ശ്യാമമോളെ, ആ അമ്മേ, ആ ചിട്ടിക്കാരന് പൈസ കൊടുക്കാനുള്ള സമയമായോ? ആ നാളെയാ കൊടുക്കണ്ട, വൈകിട്ട് കൊടുത്താ മതി. നാളെ? ആ, അച്ഛനോട് പറഞ്ഞേക്കാം പൈസ എടുത്ത് വെക്കാന്. മറക്കല്ലേ അമ്മേ. ഇല്ല. ഇത് പുളിയടി, ഇത് അതാ നെല്ലി. അങ്ങോട്ട് അങ്ങോട്ട് നോക്ക്. ഡാ, ഡാ, ആ ഗ്യാസ് എടുക്കാൻ പോകുന്നില്ലേ? ഗ്യാസ് എടുക്കണോ മോളെ? ആ ഗ്യാസ് മാറ്റി വെക്കാൻ സമയമായോ? ആ അമ്മേ, ഒരാഴ്ചത്തേക്കേ കാണൂ, പുതിയത് എടുക്കണം. കൊച്ചു പറഞ്ഞത് കേട്ടില്ലേ അടുത്ത ആഴ്ച ആവുമ്പോ തീരുവെന്ന്? ഇവിടെ കൊണ്ടുപോട്ടെ. ശ്യാമമോളെ, എന്താ അമ്മേ? അവളെയും കൂടെ കൊണ്ടുപോക്കോട്ടേന്ന്. അവളിവിടെ വെറുതെ ഇരിക്കുവല്ലേ, കൊണ്ടുപോട്ടെ. കൊണ്ടുപോക്കോടാ. അമ്മേ, ബുക്ക് അവിടെ ഇരിക്കുവോ? ശ്യാമമോളെ, ബുക്ക് എവിടെ വെച്ചേക്കുന്ന ഗ്യാസിന്റെ? ഷെൽഫിന്റെ അവിടെ ഉണ്ടല്ലോ, അടുക്കളയില്. എടാ, അടുക്കള ഷെൽഫിന്റെ അവിടെ ഉണ്ടെന്ന്. ആ എന്തൊരു കാലടി നിന്റെ. എന്താ കുഴപ്പം? ചേച്ചി കണ്ടില്ലേ എന്തൊരു വൃത്തിയാ നോക്കാലിന്. ഞാനും പെഡിക്യൂറൊക്കെ ചെയ്യുന്ന ചേട്ടാ. അത് കാണാനും ഉണ്ട്. എടി, ഒരു പെണ്ണിന്റെ സൗന്ദര്യം അവിടെ കാലിലറിയാം. കണ്ടോ ഇതൊരു മാതിരി. അതിപ്പോ നമ്മൾ പൊടി കൂടെ നടന്നിട്ട് ചെരുപ്പിട്ടില്ലല്ലോ, എല്ലായിടം കാലപ്പൊടിയല്ലേ. പിന്നെ പൊടി. നീ ഒരു കാര്യം ചെയ്യ്, അതുപോലെ കാൽ ഉരച്ച് കഴുകുക. എനിക്ക് അങ്ങനൊന്നും ഒത്തിരി കഴുകാൻ പറ്റത്തില്ല, കാല് ഭയങ്കര സെൻസിറ്റീവാ. സോപ്പൊക്കെ ഉപയോഗിച്ചാലേ പൊട്ടും. എടി, ചേച്ചി ചെയ്യുന്ന പോലെ ചെയ്യടി. പറ്റത്തില്ല ചേട്ടാ. എന്തുവാടാ, എന്തോ കുശുകുശുക്കുന്നേ, പോകുന്നില്ലേ? അല്ലമ്മ, ഞാൻ പറയുമായിരുന്നേ, ചേച്ചി കാല് കഴുകുന്നു, അതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയാൽ കൊള്ളാന്ന് പറയുമായിരുന്നു. നീ എന്തിനാടാ കൊച്ചിനെ വഴക്ക് പറയുന്നത്? ഈ വൃത്തി എന്ന് പറയുന്നതേ എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ലല്ലോ. ശ്യാമമോൾ എപ്പോഴും അങ്ങനെ മോളെ, എപ്പോഴും കാലൊക്കെ തേച്ചൊരച്ച് കഴുകി ക്യൂടെക്സ് ഒക്കെ അടിച്ചേ നടക്കത്തുള്ളൂ. ഞാൻ ഈ പഠിപ്പിച്ചതിന്റെയും വളർത്തിന്റെയും ഒക്കെ ശീലവാ. സാരമില്ല, പോകെ പോകെ കുഞ്ഞത് ശരിയായിക്കോളൂ. നിങ്ങൾ പോയി ഗ്യാസ് എടുക്കാൻ നോക്ക്. ആ